എല്ലാവർക്കും നമസ്കാരം. ചിലർക്കൊക്കെ ഗാസയെ സേവ് ചെയ്ത് മതിയായി എന്ന് തോന്നുന്നു. ഇപ്പോൾ റാഫേലേക്ക് നോക്കുക. എല്ലാ കണ്ണുകളും റാഫേലേക്കെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മമ്മൂട്ടി അകപ്പെട്ട ആ വിവാദം നമുക്കറിയാമല്ലോ. അതേ വഴി തന്നെയാണോ ദുൽഖർ നീങ്ങുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദുൽഖറിനെ പോലെ ഒരാൾക്ക് ലോകത്ത് എത്ര യുദ്ധം നിലവിൽ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കെങ്കിലും അറിയാമോ നിലവിൽ ലോകത്ത് എത്ര യുദ്ധം നടക്കുന്നുണ്ടെന്ന്? 4 യുദ്ധം നടക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം 2 വർഷം കഴിഞ്ഞും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ തുർക്കിയും അർമേനിയൻ ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മാധ്യമങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എത്ര ലക്ഷം ക്രിസ്ത്യാനികൾക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം അറിയാമോ? എത്ര ലക്ഷം ആളുകൾ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു എന്നറിയാമോ? ഇതൊന്നും മാധ്യമങ്ങൾ നിങ്ങളോട് പറയില്ല. പക്ഷേ അറിയാൻ നിരവധി മാർഗങ്ങൾ വേറെയുണ്ട്. ഇനി എല്ലാം പോട്ടെ, 10 വർഷമായിട്ട് യുദ്ധം നടക്കുന്ന സ്ഥലമുണ്ട് യമൻ. 2014 സെപ്റ്റംബറിൽ അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന അദ്രദ് ഹാദി എന്ന വ്യക്തി അവിടുത്തെ ഹൂതികളുടെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അല്ലെങ്കിൽ സിവിൽ വാറിനെ തുടർന്ന് അവിടുത്തെ സ്ഥാനം നഷ്ടപ്പെടുന്നു. സനയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുന്നു. അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചുകൂവി സഹായത്തിന് വേണ്ടി കേഴുന്നു. അത് കേട്ട സൗദിയും 9 രാജ്യങ്ങളും കൂടി ചേർന്നൊരു സഖ്യസേനയൊക്കെ ഉണ്ടാക്കി 2015 മുതൽ അവിടെ യുദ്ധത്തിലാണ്. ഇതിനകം 2.5 ലക്ഷം ആളുകൾ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഈ 2.5 ലക്ഷത്തിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നുണ്ടോ? ആർക്ക് സംശയമുണ്ടെങ്കിലും നോക്കാം. കൊല്ലുന്നത് സൗദിയും സഖ്യസേനയുമാണ്, കൊല്ലപ്പെടുന്നത് ഹൂതികളാണ്. പക്ഷേ മനുഷ്യരാണ്. എന്തേ അവർക്ക് പിന്തുണ വേണ്ടേ? കൊല്ലുന്നത് സൗദിയും ടീമുമാണല്ലോ, കൊല്ലപ്പെടുന്നത് ഹൂതികളും അഥവാ ഷിയക്കാരുമാണല്ലോ, ചത്തുപൊക്കോട്ടെ എന്നാവും അല്ലേ? പിന്നെ എന്തേ ഈ ജൂതനും പലസ്തീനിലെ ആൾക്കാരും തമ്മിലുള്ള പ്രശ്നത്തിൽ മാത്രം ആളുകൾക്ക് ഇത്ര ശ്രദ്ധ? അവിടെ നമ്മുടെ ആളെ കൊല്ലുന്നത് ജൂതനാണല്ലോ, അപ്പോൾ മതസ്നേഹമാണ് പ്രശ്നം, അതുമാത്രമാണ് പ്രശ്നം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉക്രൈനിലെ ജനങ്ങൾക്ക് പിന്തുണ കൊടുക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് പിന്തുണ കൊടുക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യമനിൽ മരിച്ചു വീഴുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, അതിൽ കുട്ടികളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളും വൃദ്ധരായവരും ഒക്കെ ഉണ്ട്, ഇപ്പോഴും തീർന്നിട്ടില്ല. സൗദിയും UAEയും എന്തിന് ആഫ്രിക്കൻ രാജ്യം സുഡാനും ഒക്കെ ചേർന്നിട്ടാണ് ആ യുദ്ധത്തിലുള്ളത്. അറിയാമോ? അവിടെ യമന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറാൻ മാത്രമാണുള്ളത്. ഇതറിയാം, നമുക്കറിയാം. ഒരേ മതസ്ഥരാണ്, പക്ഷേ 2 ജാതിയാണ്. അവിടെ മതമല്ല വിഷയം, അവിടെ ജാതിയാണ് വിഷയം. പക്ഷേ അതവിടെ പ്രശ്നമില്ല. കൊല്ലുന്നത് സൗദിയും കൊല്ലപ്പെടുന്നത് യമനിലെ ആൾക്കാരും ആകുമ്പോൾ ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയില്ല, ഒരു ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കേണ്ട. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇസ്രായേലല്ലേ പലസ്തീനിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന എന്താ? ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം എന്നാണ്. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധമാണ് എങ്കിൽ സൗദിയും യമനും തമ്മിലുള്ള യുദ്ധം എന്ന് വേണ്ടേ പറയാൻ? അല്ലല്ലോ. അവിടെ പറയുന്നത് എന്താ? സൗദി അവിടെ ഹൂതികളോട് യുദ്ധം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇസ്രായേൽ പലസ്തീനിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള സൈന്യത്തോടല്ല യുദ്ധം ചെയ്യുന്നത്, അവിടെയുള്ള തീവ്രവാദി ഗ്രൂപ്പിനോടാണ്. അതായത് ഹമാസ് പോലുള്ള തീവ്രവാദി ഗ്രൂപ്പിനോടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. പലസ്തീന് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും സൈന്യവും ഉണ്ട്, അവർ ഈ യുദ്ധത്തിലില്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് പറയില്ല. അപ്പോൾ ദുൽഖർ സൽമാനെ പോലെയുള്ള ഒരാൾക്ക് ഇതൊന്നും അറിവില്ലാതെയാണോ ഇപ്പോൾ ഈ എല്ലാ കണ്ണുകളും റഫേലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ പങ്കുചേർന്നിരിക്കുന്നത്? അല്ല, അറിയാം. മതസ്നേഹം മാത്രമാണ് അതിന് കാരണം. പക്ഷേ മുൻപത്തെ പോലെ മിണ്ടാതിരിക്കാൻ ഇപ്പോഴത്തെ ആളുകൾ തയ്യാറല്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയും, ദുൽഖർ നിങ്ങളും ഒരു മതസ്നേഹി മാത്രമാണ്, അക്കാര്യത്തിലൊരു സംശയവും വേണ്ട.